ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പല വീടുകളിലും നമ്മൾ കണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അതായത് MCB ഐസൊലേറ്റർ ഇതെല്ലാം തന്നെ ജാമായി പോകും. അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ, അതായത് ഐസൊലേറ്ററിൻ്റെ മുകളിലാണ് MCBയുടെ മുകളിലാണെങ്കിലും അതായത് ഉറുമ്പ് കുത്തുക, അതല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇതുപോലെ പരിക്കനൊക്കെ വീണ് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ടാവും. MCBയുടെ ഒക്കെ അകത്തേക്ക് പോയിട്ടുണ്ടാവും. കണ്ടോ, ജസ്റ്റ് കൊട്ടിയാൽ തന്നെ പുറത്തേക്ക് വരുന്ന കാണാൻ സാധിക്കും. ഇതെല്ലാം ഈ പറയുന്ന ഇതിൻ്റെ അകത്ത്, അതായത് ഈ പറയുന്ന MCB ആണെങ്കിൽ ഐസൊലേറ്റർ ആണെങ്കിലും RCCB ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഡയറക്റ്റായിട്ട് ഈ പറയുന്ന നമ്മൾ ആ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണ്ട. ഇപ്പോൾ ഈ പോകുന്ന പരിക്കനും അതുപോലെ തന്നെ ഉറുമ്പ് കുത്തിയ ഈ പറയുന്ന മണ്ണും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് ഫുൾ ജാമായി കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലൈൻ്റ് ആവാൻ തുടങ്ങും. പതുക്കെ അത് ട്രിപ്പിങ് സംഭവിക്കില്ല. പിന്നെ അത് മാത്രമല്ല നിന്ന് കത്താനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ജാമായിരിക്കുന്ന അവസ്ഥയാണ്. കണ്ടോ, പിന്നെ അത് കണ്ടോ, ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. വെള്ളം വന്നേക്കുന്ന എഫക്റ്റാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ വർക്ക് നടന്ന സമയത്ത് അതൊന്ന് കറക്റ്റായിട്ട് മൂടിയിടാതെ വന്ന സമയത്ത് വെള്ളം വീണിട്ടുണ്ട്. അപ്പോൾ തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉള്ള ഏരിയ ഉണ്ടാകും. ഇപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ അകത്തുനിന്ന് വന്നിരിക്കുന്ന പരിക്കനാണ് കാണുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉറുമ്പ് കുത്തിയിട്ട് അതല്ലെങ്കിൽ ചതൽ കാര്യങ്ങൾ ഉറുമ്പ് കാര്യങ്ങളെല്ലാം തന്നെ മുകളിൽ നിന്നുള്ള പൈപ്പിൽ നിന്ന് നേരെ ഈ പറയുന്ന 3 ഫേസ് ആണെങ്കിലും സിംഗിൾ ഫേസ് ആണെങ്കിലും ഈ പറയുന്ന LCB ഐസൊലേറ്ററിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ മുകളിലേക്കായിരിക്കും വീണത്. അപ്പോൾ അത് മാക്സിമം നമുക്ക് എങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ DB ഉറപ്പിക്കുന്ന സമയത്ത് DBയുടെ മുകളിലേക്ക് വരുന്ന പൈപ്പുകളുണ്ടാവും. ആ പൈപ്പുകളെല്ലാം തന്നെ നല്ല രീതിയിൽ പ്ലാസ്റ്റർ ചെയ്യണം. അതായത് സെപ്പറേറ്റ് ചാന്ത് വെച്ചിട്ട്, വരിക്കനേക്കാൾ നല്ലത് ചാന്താണ്. അതായത് സിമൻറ്റ് മാത്രം കുഴച്ചെടുത്തതിന് ശേഷം മുകളിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിന്ന് ആ പൈപ്പുകളെല്ലാം തന്നെ കറക്റ്റായിട്ട്, അതായത് ആ DBയുടെ മുകളിൽ നിന്ന് ശരിക്കും ഒരു ചെറിയൊരു ഹോള് പോലും ഉണ്ടാവില്ല എന്ന അവസ്ഥയിൽ പരിക്കൻ മാറ്റിയതിന് ശേഷം ചാന്താക്കി യൂസ് ചെയ്യാം. ചാന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, സിമൻറ്റ് മാത്രം വെള്ളത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഉറപ്പിക്കുക. അപ്പോൾ ശരിക്കും നല്ലൊരു കട്ടി ഒരു ദ്രാവകമായിട്ട് വരും. ആ ദ്രാവകം വെച്ചിട്ട് വേണം ഈ മുകൾ വശമൊക്കെ ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മുകളിൽ നിന്ന് ഈ ചുമര് കാര്യങ്ങളൊക്കെ ഉറുമ്പ് കുത്തിയാൽ തന്നെയാണെങ്കിലും ആ ചെറിയ തരി പോലുള്ള മണ്ണ് നേരെ DBയിലേക്ക് വീഴാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഐസൊലേറ്റർ MCB കാര്യങ്ങളൊന്നും തന്നെ ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് വരും. ഇതൊക്കെ അത്യാവശ്യം റേറ്റ് കൂടിയതാണ്. 2000-2500 വില വരുന്ന ഡിവൈസുകളാണ്. അതിലേക്ക് മണ്ണിറങ്ങി കഴിഞ്ഞാൽ എല്ലാം തന്നെ ബ്ലോക്ക് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഇതെങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത്, ജാം ആവണമെന്നൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന ഒരു വീഡിയോസ്, അതായത് ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അതുകൂടാതെ തന്നെ DB ആയിട്ട് ബന്ധപ്പെട്ടോ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.